ഗുരുവായൂർ നഗരസഭയിലെ ഒരുപാട് നല്ല കൃഷിക്കാരുള്ള ഒരു പ്രദേശമാണ്. ഞാൻ ഈ സുജാതയുടെ കൃഷിയിടത്തിൽ ആദ്യമായിട്ട് വരുന്നതല്ല. ഞാൻ പലതവണ സുജാത നടത്തുന്ന ഈ കൃഷിസ്ഥലം കാണാനും വിളവെടുക്കാനും വിത്ത് നടാനൊക്കെ ഞാൻ വന്നിട്ടുണ്ട്. ഈ ഇത്തവണത്തെ ഒരു പ്രത്യേകത, നമ്മുടെ കേരളത്തിൽ ധാരാളം ചീര ഇനങ്ങളിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഇനമാണ് തിരുവനന്തപുരം ജില്ലയിലുള്ള വ്ളാത്താങ്കര ചീര എന്ന് പറയുന്ന അതിമനോഹരമായ പ്രത്യേകതരം ഒരു പിങ്ക് കലർന്ന ചുവപ്പ് ഉള്ള ചീരയാണ് ഈ വ്ളാത്താങ്കര ചീര. വളരെ പോഷക സമ്പുഷ്ടമായിട്ടുള്ള ഇലക്കറികളിൽ ഏറ്റവും മികച്ച ഇനമാണ് വ്ളാത്താങ്കര ചീര എന്ന് പറയുന്നത്. ആ ചീര ഇനമാണ് ഇവിടെ ഇപ്പോൾ സുജാത കൃഷി ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, സുജാത ചെയ്തിട്ടുള്ള ഏറ്റവും വലിയൊരു കണ്ടുപിടുത്തം എന്ന് വേണമെങ്കിൽ പറയാം, ഈ ചീരയിൽ നിന്നുള്ള സ്ക്വാഷ് ഉണ്ടാക്കി മാർക്കറ്റിലേക്ക് എത്തിക്കാൻ തുടങ്ങിയത് ഒരു കർഷകയാണ് സുജാത. അപ്പോൾ വ്ളാത്താങ്കര ചീര എനിക്ക് തോന്നുന്നു അതിൻ്റെ കളറും അതിൻ്റെ മറ്റ് മെഡിസിനൽ പ്രോപ്പർട്ടി എല്ലാം വെച്ച് നോക്കുമ്പോൾ വ്ളാത്താങ്കര ചീരയിൽ നിന്നുണ്ടാക്കുന്ന സ്ക്വാഷ് നമ്മുടെ കുട്ടികൾക്ക് അടക്കം കൊടുക്കാൻ കഴിയുന്ന നല്ല പോഷക സമൃദ്ധമായിട്ടുള്ളൊരു പാനീയം കൂടി ഇത് ഉൽപ്പാദിപ്പിക്കാൻ സുജാതയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്നുമൊക്കെ ആയിട്ട് പല സ്ഥലങ്ങളിൽ നിന്ന് സുജാതയ്ക്ക് ഓർഡർ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇവിടെയുള്ള കൃഷി തന്നെ ഈ 50 സെൻറ്റിൽ ചെയ്തിരിക്കുന്ന കൃഷിയിൽ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇത് മാർക്കറ്റ് ചെയ്യാൻ യാതൊരു പ്രശ്നമില്ല, ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. എത്ര ഉൽപ്പാദിപ്പിച്ചാലും വാങ്ങാൻ ആളുകളുണ്ട് എന്നുള്ളതാണ്. അത് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ്. കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം താൻ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് മാർക്കറ്റ് വിലയും കിട്ടുക എന്ന് പറയുന്നതാണല്ലോ ഏറ്റവും വലിയ കാര്യം. അത് ഉറപ്പുവരുത്തിക്കൊണ്ടാണ് സുജാത ഇവിടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു മാതൃകാപരമായി എല്ലാവർക്കും എടുക്കാവുന്നതാണ്. നമ്മുടെ വീട്ടമ്മമാർക്കൊക്കെ ഇതുപോലെയുള്ള പറമ്പുകളിലൊക്കെ തന്നെ വ്ളാത്താങ്കര ചീര ഉൾപ്പെടെയുള്ള ചീര കൃഷി സിമ്പിളായിട്ടുള്ള കൃഷിയാണ്. നമുക്ക് അധികം വലിയ പരിപാലനമൊന്നും ഇല്ലെങ്കിലും നന്നായി ചെയ്യാൻ വിചാരിച്ചാൽ നന്നായി വിളവെടുക്കാൻ കഴിയുന്ന ഒരു കൃഷി രീതിയാണ് ഈ ചീരകൃഷി എന്ന് പറയുന്നത്. നമ്മുടെ അവിടെ അങ്ങനെ വിപുലമായ രീതിയിൽ ചീരകൃഷി നമ്മുടെ പടിഞ്ഞാറൻ മേഖലയിൽ കുറവാണെങ്കിലും സുജാതയുടെ കൃഷി കണ്ട് കുറേ ആളുകൾ കൃഷിയിലേക്ക് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.